നിങ്ങളുടെ കുഞ്ഞ് ഉറക്കത്തിൽ ഞെട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാല് കൊടുത്ത് ഉറക്കിക്കിടത്തുമ്പോൾ പെട്ടെന്ന് കൈകാലുകൾ പുറത്തേക്ക് വിടർത്തി, വിരലുകൾ വിടർത്തി, പേടിച്ചതുപോലെ കരയുന്നത് കണ്ടിട്ടുണ്ടോ? പല അമ്മമാരും പേടിയോടെ എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ, കുഞ്ഞിന് ഉറക്കത്തിൽ വല്ല പേടി സ്വപ്നവും കാണുകയാണോ, അതോ വലിയ ദോഷവുമാണോ എന്ന്. സത്യത്തിൽ നവജാത ശിശുക്കളിലെ ഈ ഞെട്ടൽ തികച്ചും സ്വാഭാവികമാണ്. ഇതിനെ വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ മോറോ റിഫ്ലെക്സ് എന്ന് വിളിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? എപ്പോഴാണ് ഈ ഞെട്ടൽ അപകടമാകുന്നത്? ഇത് കുറയ്ക്കാൻ അമ്മമാർക്ക് എന്തെല്ലാം ചെയ്യാം? ഒരു നേഴ്സ് എന്ന നിലയിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുഞ്ഞ് ഉറക്കത്തിൽ ഞെട്ടുന്നതും കൈകാലുകൾ വിടർത്തുന്നതും എന്തിനാണ്, അത് കണ്ടിട്ടുണ്ടോ, മോറോ റിഫ്ലെക്സ് എന്താണ്, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ പ്രകൃതി അവർക്ക് നൽകിയിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമാണിത്. പെട്ടെന്നുള്ള ശബ്ദം കേൾക്കുമ്പോഴോ, വെളിച്ചം അടിക്കുമ്പോഴോ, അല്ലെങ്കിൽ കുഞ്ഞിനെ താഴെ കിടത്തുമ്പോൾ താങ്ങില്ല എന്നൊരു അനുഭവം കുഞ്ഞിന് തോന്നുമ്പോഴോ ആണ് ഇത് സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ തലച്ചോറും നാഡീവ്യൂഹവും വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ വലിയൊരു ലക്ഷണമാണിത്. ഗർഭപാത്രത്തിനുള്ളിൽ വളരെ സുരക്ഷിതമായിരിക്കുന്ന കുഞ്ഞ് പുറം ലോകത്തെ ശബ്ദങ്ങളോടും മാറ്റങ്ങളോടും പ്രതികരിക്കുന്ന രീതിയാണിത്. അതുകൊണ്ട് ഈ ഞെട്ടൽ കണ്ട് ആരും പാനിക്കാകേണ്ട കാര്യമില്ല. ഞെട്ടലിൻ്റെ 3 ഘട്ടങ്ങൾ. കുഞ്ഞ് ഞെട്ടുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായും സംഭവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ആദ്യം കുഞ്ഞ് പെട്ടെന്ന് 2 കൈകളും പുറത്തേക്ക് വിടർത്തും. രണ്ടാമത് കൈപ്പത്തികളും വിരലുകളും സി ആകൃതിയിൽ വിടർത്തും. മൂന്നാമതായി ഉടൻ തന്നെ ആ കൈകൾ നെഞ്ചിലേക്ക് തിരികെ ചേർത്ത് പിടിക്കുകയും കരയുകയും ചെയ്യും. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ നടന്നു തീരുന്ന കാര്യമാണ്. കുഞ്ഞ് പെട്ടെന്ന് താഴെ വീഴാൻ പോകുന്നു എന്നൊരു തോന്നൽ കുഞ്ഞിൻ്റെ തലച്ചോറിൽ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എപ്പോൾ ഇതിനെ നമ്മൾ ഗൗരവമായി കാണാം എന്നാണ് സംസാരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ഞെട്ടലുകളും സാധാരണമാണെങ്കിലും ചില കാര്യങ്ങൾ കണ്ടാൽ ഡോക്ടറെ കാണണം. ഒരു കൈ മാത്രം. കുഞ്ഞ് ഞെട്ടുമ്പോൾ ഒരു കൈ മാത്രം വിടർത്തുകയും മറ്റേ കൈ അനക്കാതിരിക്കുകയും ചെയ്താൽ അത് ഗൗരവമാണ്. പ്രസവ സമയത്ത് കൈക്കോ തോളിലെ നാഡികൾക്കോ നെർവ് ഡാമേജ്, വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒട്ടും ഞെട്ടുന്നില്ലെങ്കിൽ, വലിയ ശബ്ദം കേൾക്കുമ്പോഴോ മറ്റും കുഞ്ഞ് ഒട്ടും ഞെട്ടുന്നില്ലെങ്കിൽ അത് കുഞ്ഞിൻ്റെ കേൾവിക്കുറവോ അല്ലെങ്കിൽ തലച്ചോറിലെ വളർച്ചാ പ്രശ്നങ്ങളോ ആയിരിക്കും. ദീർഘനേരം നിൽക്കരുത്. സാധാരണയായി ഈ ഞെട്ടൽ 3 മുതൽ 4 മാസം കൊണ്ട് കുറഞ്ഞു വരും. 6 മാസം കഴിഞ്ഞിട്ടും കുഞ്ഞ് വല്ലാതെ ഞെട്ടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കണം. ഞെട്ടൽ കുറയ്ക്കാൻ അമ്മമാർക്ക് വീട്ടിൽ എന്തെല്ലാം ചെയ്യാം എന്ന് സംസാരിക്കാം. കുഞ്ഞ് ഞെട്ടി ഉണരുന്നത് അവരുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. കെട്ടിപ്പൊതിയുക, സ്വാഡ്ലിംഗ്. കുഞ്ഞിനെ മൃദുവായ തുണിയിൽ സുരക്ഷിതമായി പൊതിഞ്ഞു കെട്ടുന്നത്, കൈകൾ വല്ലാതെ ഇളകുന്നത് ഒഴിവാക്കാം. ഇത് കുഞ്ഞിന് ഗർഭപാത്രത്തിനുള്ളിലെ സുരക്ഷിതത്വം നൽകും. കിടത്തുമ്പോൾ ശ്രദ്ധിക്കണം. കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തുമ്പോൾ പെട്ടെന്ന് താഴ്ത്തരുത്. കുഞ്ഞിൻ്റെ ശരീരം നിങ്ങളുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് പതുക്കെ കിടത്തുക. കുഞ്ഞിൻ്റെ തലയ്ക്ക് നല്ല സപ്പോർട്ട് നൽകുക. അടുത്തതായി അന്തരീക്ഷമാണ്. പെട്ടെന്നുള്ള വലിയ ശബ്ദങ്ങൾ കുഞ്ഞിൻ്റെ അടുത്തുണ്ടാകാതെ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ മോറോ റിഫ്ലെക്സ് കുഞ്ഞിൻ്റെ വളർച്ചയുടെ നല്ല ലക്ഷണമാണ്. അനാവശ്യമായ പേടി വേണ്ട. ഓരോ മാസവും കുഞ്ഞിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളെക്കാൾ നന്നായി ആരും അറിയാൻ പോകുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഈ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.